ചില വീടുകളിലൊക്കെ ചിലരെ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ മുറിക്കകത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുള്ളൂ. ഒരു ജീവിതം ഉള്ളൂ. നിനക്ക് എന്ന് മരിക്കുമെന്ന് വല്ല അറിവുണ്ടോ? മരിക്കുമ്പോ മരിക്കും. അതിങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്ന് ചിലർ ചത്ത പോലെ ജീവിക്കുന്നു. അങ്ങനെ ആവരുത്. നിന്റെ ജീവിതത്തിൽ നീ നിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് വരണം. ആകാശത്തേക്ക് നോക്കണം. ആകാശവിധാനത്തിലെ നക്ഷത്രങ്ങളെ കാണണം. നിനക്ക് പ്രകാശം കാണാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നീ എപ്പോഴും ഇങ്ങനെ പരാതിയും പറഞ്ഞ് പിറുപിറുത്ത്, അയ്യോ അവര് കാരണം എന്റെ ജീവിതം പോയി, ഈ മനുഷ്യനെ കല്യാണം കഴിച്ചതോടുകൂടി എന്റെ ജീവിതം നഷ്ടപ്പെട്ടു, ഓ ഇവനെ പെറ്റതോടുകൂടി എന്റെ ജീവിതം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതം മെച്ചപ്പെടുകയില്ല, സമാധാനം കിട്ടില്ല. സമാധാനം വേണോ? കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണം. ഓർമ്മകളിൽ തളം കെട്ടി കിടക്കാതെ, ഓർമ്മകളുടെ കൂടാരത്തിന്റെ അകത്ത് കിടന്ന് നിന്റെ ജീവിതം നശിപ്പിക്കാതെ നീ മുമ്പോട്ട് വാ. നിനക്ക് ദൈവം വഴി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കും, പ്രവർത്തിക്കും. ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ടിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ചെങ്കടലിന്റെ മുമ്പിൽ ഇവര് ചെല്ലുമെന്ന് ദൈവത്തിന് അറിയാം. പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്യും. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ലെന്നും അവരുടെ മുമ്പിൽ ദൈവം വഴി കാണിക്കും.